കെയറിംഗ് ആണെന്നറിയാം. ഇന്നലെ രാത്രിയുടെ 2 കെയറിംഗ് മോന്തയ്ക്ക്. യുനോ ഹണിമൂൺ എവിടെയായിരുന്നു? ഫസ്റ്റ് ഹണിമൂൺ സിംഗപ്പൂരായിരുന്നു. സിംഗപ്പൂരുകാരന്റെ മൂത്ത മോനെ ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. മനസ്സിലായില്ല. ഒരുമിച്ച് കണ്ട സിനിമ ആദ്യം കണ്ട പടം അത് ദൈവമേ അത് പറഞ്ഞ ദിലീപേട്ട ഞങ്ങളെ വഴക്കൂറി. എന്താ പടം കാണാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു? അല്ല ഞാൻ മരിച്ചിട്ട് നിങ്ങൾ വേറെ പെണ്ണ് കെട്ടണം. അതെനിക്ക് കാണണം. നിങ്ങളൊന്നും ഉദ്ദേശിച്ച എന്നെ ചിത്രം. ഫസ്റ്റ് കിസ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആ ഒരു മുറിയിൽ ഞാനും ഇതേ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഈ ചാടി കയറിയില്ല, ജഗതിയുടെ സ്കീമായി പോയി. എനിക്കൊരു ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ പക്ഷെ ഞാൻ ഉമ്മയല്ല വെച്ചാൽ എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആക്ച്വലി അല്ല അങ്ങനെ പറഞ്ഞു നിർത്തി ആൾക്കാർ തെറ്റിയായിരിക്കും. ആക്ച്വലി തന്നെ കടിക്കുകയാണ് ചെയ്തത്. 28 എന്നായിരുന്നു അത്? കൊച്ചു ജനിച്ച് 28 ദിവസം ഒട്ടും പ്രായമാവാത്തൊരു കപ്പിളാട്ടോ എന്റെ കൂടെ ഉള്ളത്. പണ്ട് ഞാൻ ഇവരുടെ ഷോ എങ്ങനെ കണ്ടോ അതേപോലെ തന്നെയാണ് ഇവർ ഇപ്പോഴും ഇരിക്കുന്നത്. നമ്മുടെ കൂടെ ഉള്ളത് നിത ചേച്ചിയും പ്രോം ചേട്ടനും. നമസ്കാരം. എങ്ങനെയുണ്ട് എന്റെ ഇൻട്രോ? അടിപൊളി ഇൻട്രോ. സുഖിച്ചില്ലേ? വെൽക്കം. താങ്ക് യു. ശരി, എന്തോരം ഇന്റർവ്യൂസ് ചേട്ടാ. ഒരുപാട് തഗ്ഗുകളും എന്താ പറയാ തഗ് മഴയാണ് ചേട്ടൻ. അതെനിക്കറിയില്ല, എല്ലാരും പറയുന്നുണ്ട്. ചേട്ടൻ പറയുന്നതെല്ലാം തഗ്ഗാണ്. ഇപ്പൊ തഗ് ചേട്ടൻ പറയുന്നതായിട്ട് തഗ് റാണിയും തഗ് രാജാവും. ഇത് ഓരോ ഇന്റർവ്യൂവിന് വരുമ്പോഴും ഓരോ റാണി പേരിടൂലോ. അങ്ങനെ നിങ്ങൾ എങ്ങനെ ശരിക്കും പറഞ്ഞ ഈ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇന്റർവ്യൂല് പറഞ്ഞ ഞാൻ നേരത്തെ പണ്ടെന്നല്ല എന്റെ ചെറുപ്പകാലത്ത് അങ്ങനെയല്ല. എന്നാലും ഇപ്പൊ നമ്മള് നേരത്തെ വെറുതെ ഭാര്യയൊക്കെ കാണുമ്പോ എങ്ങനെ ഇരുന്നോ അതുപോലെ തന്നെയാണ് നിങ്ങൾ ഇപ്പൊ ഇരിക്കണേ. എങ്ങനെ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു? ഇതിനൊരു ഗുളികയുണ്ട്, മീൻ ഗുളികയൊക്കെ കഴിച്ചിട്ട് അതുപോലത്തെ ഒരു ഗുളിക. 3 നേരം കഴിക്കുന്നുള്ളൂ. പിന്നെ ഇടയ്ക്ക് 2 നേരം ആക്കും. കുറച്ച് ലുക്ക് കൂടിയെന്ന് തോന്നുമ്പോ 2 നേരം. ഇച്ചിരി പ്രായം എനിക്ക് ഇപ്പൊ ഈ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഇച്ചിരി കൂടി. കാര്യം തൊഴിൽ തന്നെ ഇല്ല, നര വന്നിട്ടുണ്ട്. അതിപ്പോ ഇതേ ഒരു ഇച്ചിരി നാളായിട്ടല്ലേ ഇച്ചിരി കുശുമ്പ് കൂടിയിട്ടുണ്ട് ഇതൊക്കെ. അതുകൊണ്ട് എന്റെ പക്കട്ടൊക്കെയാ കയറണേ. പിന്നെ വേറെ ആരുടെയും കേറാൻ പറ്റില്ലല്ലോ, മക്കളൊക്കെ വലുതായില്ലേ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിലും ചെറുതായിട്ടിരുന്നേ. അതാണ് പറഞ്ഞു വരണേ. എങ്ങനെ പോകുന്നു അഭിനയ ജീവിതമൊക്കെ? എങ്ങനെ പോകുന്നു ചേച്ചി? നന്നായിട്ട് പോകുന്നു. ഒരു ടർക്കിഷ് തർക്കം എന്ന് പറഞ്ഞൊരു മൂവി റിലീസ് ആവുന്നുണ്ട്. നവംബർ 22 റിലീസാവും. സണ്ണി വെയിൻ ആണ് അതിന്റെ നായകൻ. സണ്ണിന്ന് മാത്രം പെട്ടെന്ന് കേട്ടു. സണ്ണി വെയിനും ലുക്മാനും പിന്നെ നമ്മുടെ ആമിന നജാം ഇവരൊക്കെയാണ് ലീഡ് റോള് ചെയ്യുന്നത്. അപ്പോൾ അത് റിലീസാവാനുണ്ട്. പിന്നെ അതിനുശേഷം മച്ചാന്റെ മാലാക വരുന്നുണ്ട്. അതിനുശേഷം ഫേസസ് എന്ന് പറഞ്ഞൊരു മൂവി വരുന്നുണ്ട്. ചേർന്നടി അത് ചുമ്മാ വെറുതെ. പക്ഷെ ഇതൊക്കെ മറ്റേ ഇരുളി വെച്ച് കാണണം. എന്നാലും അതൊരു ഭയങ്കര വലിയ കാര്യല്ലേ. ഒരു എന്താ പറയാ കാണാൻ പറ്റൂലോ. ഒരുപാട് സിനിമകളിൽ ചേട്ടൻ ബെസ്റ്റ് ആക്ടർ ഒക്കെ ആയിരുന്നു. അല്ല അതാ ചോദ്യത്തില് അതിനകത്തൊരു കാര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഇതില് ഞാൻ ഇങ്ങനെ ബെസ്റ്റ് ആക്ടർ എന്ന് വെച്ചപ്പോ നിത സത്യത്തിൽ നിത വെറുതെ കാണിച്ചതാ. കാണിച്ചു. അപ്പൊ ആൾക്കാർ പലരും അത് ശരി അത് ഞാൻ വെറുതെ ചുമ്മാ. എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരുത്തൻ ഖത്തറിന്ന് പ്രശാന്ത് എന്നാണ് അവന്റെ പേര്. അവൻ എനിക്ക് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു. ഞങ്ങൾ അന്ന് കോളേജിൽ കളിച്ചപ്പോ ഞാൻ സെന്റർ ക്യാരക്ടർ ആയിരുന്നു. ഞാൻ അതിന്റെ ഇത് നിതേ നീ കാണിച്ചു കൊടുക്കണം അയച്ചു തന്നു. അത് ഞാൻ ഇതേനെ കാണിച്ചു കൊടുത്തു. അപ്പൊ അന്ന് ചേച്ചിക്ക് അറിയില്ലായിരുന്നോ അങ്ങനെ? ചേച്ചി സത്യത്തിൽ ഞാൻ തള്ളിയതാ അല്ലേ? എല്ലാം തള്ളി മറിച്ചിടുന്നതിന്റെ കൂടെ അതിന്റെ കൂടെ ഈ ഒരു തള്ളും കൂടി ഇരിക്കട്ടെ എന്ന് ഞാനല്ലെങ്കിലും എന്റെ കൂട്ടുകാരുണ്ടെന്ന് എന്റെ കഥകൾ ബാക്കി. അന്നേരത്തെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നിങ്ങള് ഇരിക്കുന്ന സമയത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഷോക്ക് അടിച്ചിരിക്കണ അത് തന്നെ ഞാനിങ്ങനെ അത് ഞാൻ ആ കഥാപാത്രത്തിലേക്ക് ലയിച്ചേക്കായിരുന്നു. ചേട്ടൻ കുറച്ചുകൂടി അതിനകത്ത് പോയിരുന്നെങ്കിൽ ചേട്ടൻ കുറെ കപ്പുകൾ ആയിട്ട് വന്നേനെ അല്ലേ?
പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിന് ശേഷം എന്നെ ആരും വിളിച്ചില്ല. പക്ഷെ ഭാര്യനെ വിളിക്കുന്നുണ്ടല്ലോ. മതി. അത് ഞാൻ ചേട്ടന്റെ ആഗ്രഹം ഭാര്യയിലൂടെ നിറവേറ്റണം. അതെ അതാണ് ഞാൻ ഇതോട് പറയുന്നത്. ഇത് എല്ലാവർക്കും എന്റെ ഫോൺ നമ്പർ ഒന്ന് കൊടുക്കുക. എവിടെ അൺഫോർച്ചുനേറ്റ് എറർ. ഇനി ഒരു റാപ്പിഡ് ഫയർ പോലുള്ള ഇതാണ് കേട്ടോ. കുറച്ചുള്ളൂ. ഇല്ല, ഫയർ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ പറയുമ്പോ എന്താ പറയാ, പെട്ടെന്ന് ഉത്തരം പറയണം. അധികം ഒന്നും ആലോചിക്കൊന്നും ചെയ്യരുത് കേട്ടോ. അല്ല, നിങ്ങൾ രണ്ടുപേരും ഉണ്ട്. ശരി, ആദ്യം ചേട്ടൻ. ഓക്കെ, പെണ്ണ് കാണലിന് നിങ്ങൾ ഇട്ട ഡ്രസ്. ചേട്ടൻ ഇട്ടത് ചേച്ചി പറ. റെഡ് ഷർട്ടും ഒരു കാക്കിയല്ല, ഒരു അങ്ങനത്തെ ഒരു കളർ പാന്റ്, കാക്കിയുടെ ലൈറ്റ് കളർ, അങ്ങനത്തെ ഒരു പാന്റ്. ശരിയാണോ? സാരിയെ കൊടുത്തൊരു പെണ്ണ്, ഒരു വലിയ പെണ്ണ്. ഞാൻ എന്ത് കളറാ ചേട്ടാ? ഗ്രീൻ. തെറ്റാണോ ചേച്ചി? തെറ്റാണോ? അല്ല, തെറ്റിപ്പോയി. ഓ സോറി, ഗ്രീൻ സോറി, എനിക്ക് വെറുതെ ചേട്ടനെ തെറ്റിദ്ധരിച്ചു. സാരില്ല, ഞാൻ സാരി മാത്രമേ നോക്കുള്ളൂ, എനിക്ക് വേറെ ഒന്നും കാണാൻ പറ്റിയില്ല. ലൈറ്റ് ഗ്രീൻ. ലൈറ്റ് ഗ്രീൻ. ഓക്കെ, ആദ്യമായിട്ട് മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ് ഇതൊക്കെയാണോ? ഞാൻ ഒരു മേടിച്ചു കൊടുത്തത് ഉമ്മയാണ്. ഉമ്മ മേടിക്കണ്ടല്ലോ, കയ്യിലുള്ള അപ്പുറത്തിരിക്കണ ചേട്ടന്റെ കയ്യിന്നാണോ അതോ ചേച്ചിയുടെ? എനിക്ക് വേണ്ട. ചേച്ചിയുടെ മേടിച്ച് നിധിക്കാറില്ല. ചേച്ചിയുടെ കിട്ടിയതൊക്കെ ഞാൻ എടുക്കും. എന്നാലും മേടിച്ചു കൊടുത്തത് എന്തായിരുന്നു? ഗിഫ്റ്റ് ഐ തിങ്ക് ഇറ്റ്സ് എ റിംഗ്. റിംഗ് ആയിരുന്നു. ഓക്കെ, ചേച്ചി അങ്ങോട്ട് കൊടുത്തു. ഇന്നേ വരെ ചേട്ടന് സ്നേഹം തരണില്ലേ? അല്ലേ അല്ലേ ചേച്ചി? അത് ചോദിക്ക്. അല്ലേ, തരുന്നില്ലേ? തരുന്നില്ലേ? ചേച്ചി സ്നേഹം തരുമ്പോ ഞാൻ സാറ്റിസ്ഫൈഡ് ആവണം. ഓക്കെ, അപ്പൊ ഞാൻ സ്നേഹം കൊടുക്കും. കഥയിൽ ചോദ്യമില്ല. രണ്ടുപേരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് പറയാ. ചേട്ടന്റെ പറ. ചേച്ചിയുടെ പറഞ്ഞ ചേച്ചി എന്നെ ഉപ്പിലിടും. നവംബർ 13th. ചേച്ചിയുടെ 23rd ഫെബ്രുവരി. വെഡിങ് ഡേറ്റ് ഓഗസ്റ്റ് 22. പിന്നെ ആദ്യത്തെ കുട്ടിയുടെ നൂല് കാണാതെ പഠിപ്പിച്ചു കൊടുത്തതാണ്. ആണോ? ആദ്യത്തെ കുട്ടി ആൺകുട്ടി. ആൺകുട്ടിയല്ല, അതല്ല. ആദ്യത്തെ കുട്ടിയുടെ നിങ്ങക്ക് എന്താ പറയാ? നൂല് കെട്ടുന്നാണോ പറയാ? മാമോദീസ. നൂലെട്ടുണ്ടോ? നൂലെട്ട് 28 28 എന്നായിരുന്നു? അത് കൊച്ചു ജനിച്ച് 28 ദിവസം എന്നായിരുന്നു അല്ലേ ഡേറ്റ്? ആദ്യത്തെ കൊച്ചിന്റെ 10-20 കൊല്ലം മുമ്പ് നടന്ന കാര്യം ഓർമ്മയില്ലല്ലോ. ഓക്കെ, ഹണിമൂൺ എവിടെയായിരുന്നു? ഫസ്റ്റ് ഹണിമൂൺ സിംഗപ്പൂർ ആയിരുന്നു. സിംഗപ്പൂരുകാരന്റെ മച്ചായുണ്ടോ? മൂത്ത മോന്. മനസ്സിലായില്ല. ചേട്ടന് ഇഷ്ടപ്പെടാത്ത അല്ലെ, ചേച്ചിക്ക് ചേട്ടന്റെ ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവം. രണ്ട് തിരിച്ചും പറയണം. എത്ര ലിസ്റ്റ് വേണേലും ഞാൻ തരാം, പക്ഷെ ഒരെണ്ണം പറ. ഭയങ്കര ദേഷ്യാണ് അല്ലേ? പക്ഷെ ചേട്ടനെ കണ്ടാ വിചാരിക്കില്ല. ചേച്ചി പറയൂ, അല്ല ചേട്ടൻ പറയൂ. എന്താ ഞാൻ പറയണ്ടേ? ചേച്ചിയില് ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവം. ഇഷ്ടപ്പെടാത്ത സ്വഭാവം ഒരു വഴിക്ക് പാന്ന് പറഞ്ഞ സമയത്തിന് ഇറങ്ങില്ല. നിങ്ങൾക്ക് അനുഭവം കണ്ടില്ലേ? നിങ്ങൾ എന്നെ 3 പ്രാവശ്യം വിളിച്ച് എന്നെ ചീത്ത പറഞ്ഞു. ഈ പ്രോമി അവരോട് വന്നിരുന്നിട്ട് എത്ര നേരെ പ്രോമിന്ന് വരാത്തേ ചോദിച്ച ആളാ. ഞാൻ അവിടെ വന്നപ്പോ ഒരാൾ മുടിയും പറ്റുന്നു. ഇഷ്ടപ്പെട്ട സ്വഭാവം ആരുടെ? പ്രോമീഡിയ. അതിവിടെ പറയാൻ പറ്റില്ല. അല്ലേ? പറയാൻ പറ്റുന്നത് പറഞ്ഞാ മതി. പറയാൻ പറ്റുന്നു. ഇഷ്ടപ്പെട്ട സ്വഭാവം അതൊക്കെ പറഞ്ഞു വെറുതെ പൊങ്ങി പോകുന്നേ. എന്നാലും കുറച്ചൊന്നും പൊക്കട്ടെ, കുറച്ചൊന്നും പൊങ്ങട്ടെ. ഞാൻ ഇല്ലാത്തൊക്കെ ആലോചിച്ചിട്ടുണ്ടാക്കി പറയേണ്ടി വരും. അത് പറഞ്ഞാ പോരെ, ഇനിയിപ്പോ അതിനൊരു ഇൻട്രൊഡക്ഷൻ വേണോ? നന്നായിട്ട് കെയർ ചെയ്യുന്നോ? കെയർ ഒട്ടും ചെയ്യാറില്ല. വീണ്ടും കെയറും ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ അതിനൊരു എക്സാമ്പിൾ പറയാം. പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത്, അതായത് കല്യാണം കഴിഞ്ഞ് ഒരു വിത്തിൻ 1 month നമ്മളിങ്ങനെ ഭയങ്കര ഇന്റൻസ് ലവിലിരിക്കുന്ന സമയമാണല്ലോ. ഭർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം കവിഞ്ഞൊഴുകി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചാവാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് വെറുതെ ഞാൻ ഈ മനുഷ്യരോട് ഞാനൊന്ന് ചോദിച്ചു, 1 മാസമല്ലേ ആയിട്ടുള്ളൂ, ഞാനങ്ങ് മരിച്ചു പോയ പ്രോമി വേറെ പെണ്ണ് കിട്ടും എടുത്തൊഴിക്കുക എന്നോട് പറയാ. പിന്നെ ഞാൻ അടുത്തൊരു 6 മാസത്തിനുള്ളിൽ വേറെ കിട്ടും.
അങ്ങനെ പറയണ ഭർത്താക്കന്മാരുണ്ടോ? ഇച്ചിരി കൂടിപ്പോയി കേട്ടോ, കല്യാണം പ്രതീക്ഷിക്കുന്നില്ലല്ലോ അത്. ഒരു മാസമായിണ്ടായുള്ളൂ. ചേച്ചിക്ക് ആഗ്രഹം അങ്ങനെ കെട്ടില്ല എന്ന് പറയാൻ വേണ്ടിട്ടാണ്. അത് ഈ 20 വർഷമായിട്ട് ഞാൻ ഇപ്പോഴും അത് തന്നെ ആഗ്രഹിക്കണം. ഇപ്പോഴും ഇതേ മറുപടി തന്നെയാ പറയുന്നത്. അയ്യോ, ഇപ്പൊ ഞാൻ ചോദ്യം മാറ്റി. ഞാനിപ്പോ എന്താ പറയാന്നറിയോ, ഞാൻ മരിച്ചിട്ട് നിങ്ങൾ വേറെ പെണ്ണ് കെട്ടണം. അതെനിക്ക് കാണണം. നിങ്ങളൊന്നും ഉദ്ദേശിച്ച കാര്യം എന്നെ ചിത്രമാണ്. അയ്യോ, അങ്ങനെ ചേട്ടൻ പെണ്ണിട്ട ഞാൻ മരിച്ച ചിത്ര വേറെ പെണ്ണിട്ടെന്നാ. പ്രോമിയുടെ കാര്യം പറഞ്ഞു. പ്രോമിച്ചേട്ടൻ വേറെ കല്യാണത്തിന് വിളിക്കണം കേട്ടോ. പ്രോമി വേണമെങ്കിൽ വേറെ പെണ്ണ് കേട്ടോ. പ്രേമിച്ചേട്ടൻ വേറെ. ആ പുള്ളിക്കാരി വേറെ കെട്ടിയതാ. ഞാൻ കെട്ടിയതാ. എനിക്ക് ചാൻസ് ഇല്ല. ചേട്ടന്റെയോ ചേച്ചിയുടെയോ ഇഷ്ടപ്പെട്ട സ്വഭാവം പറഞ്ഞില്ല. ആ സ്വഭാവം പറഞ്ഞില്ല അല്ലേ? ഇത്ര നേരം പറഞ്ഞേ ഇഷ്ടമില്ലാത്ത കാര്യം. ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ ഇഷ്ടമുള്ള കാര്യം പറയാം. ആള് ഭയങ്കര സപ്പോർട്ടീവാണ്. എന്നോട് ഒന്നിനും അങ്ങനെ പറയാറില്ല. അതെനിക്ക് ഭയങ്കര ഗ്രേറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് പലപ്പോഴും പലയിടത്തും നോ മാത്രം കിട്ടാറുള്ളൂ. പക്ഷെ ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് എല്ലാത്തിനും യെസ് പറഞ്ഞാലും എല്ലാ ഉടായ്പിനും കൂടെ നിൽക്കും. അതാണ് ഇഷ്ടപ്പെട്ട സ്വഭാവം. ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട സ്വഭാവം? പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. എന്നാലും എന്തെങ്കിലും ഒക്കെ കാണത്തില്ലേ? എന്റെ കെയറിംഗ് ആണെന്നറിയാം. ഇന്നലെ രാത്രിയുടെ 2 കെയറിംഗ് മോന്തക്ക് യുനോ. ഞാൻ അടിക്കാറൊന്നുമില്ല. തലോടിയതായിരിക്കും ചേട്ടാ. ചേട്ടനത് തോന്നിയതായിരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞു അടിച്ചു. പെട്ടെന്ന് ഞാൻ വിചാരിക്കില്ലേ മുഖത്തിന്റെ പര്യായാണ് മോന്ത. മോന്തക്ക് ഇങ്ങനെ അതാ ഉദ്ദേശിച്ചത്. ആദ്യമായിട്ട് മേടിച്ച വണ്ടി? ഞങ്ങൾ രണ്ടുപേരും സ്കോഡ. നമ്പർ ഓർമ്മയുണ്ടോ? നമ്പറൊക്കെ ഓർമ്മയുണ്ട്. ഇതൊക്കെ ഉണ്ടാവൂലോ പറയുന്നതാ. KL 07 അല്ല, KL 7AS 7070. ഓക്കെ. ഒരുമിച്ച് കണ്ട സിനിമ? ആദ്യം കണ്ട പടം ദിലീപേട്ട ഞങ്ങളെ വഴക്കൂറി. എന്താ? ഏതാ ആദ്യം കണ്ട പടം? പറഞ്ഞാൽ അതൊക്കെ അത്രയും പറഞ്ഞാൽ മതി. പടം കാണാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു? ഇല്ല, അത് പറയട്ടെ. വെട്ടത്തിനെന്ത് എന്താ കുഴപ്പം? ഒന്നുമില്ല, വെട്ടം നല്ല പടമായിരുന്നു. ഞങ്ങൾ കണ്ടു. എന്തോ ഉണ്ടല്ലേ. ഓക്കെ. ഫസ്റ്റ് കിസ് ഇപ്പൊ കൊടുക്കണോ? അല്ല, അത് ഫസ്റ്റ് കിസ് അല്ലല്ലോ, ഇത് കൊറേ ആയില്ലേ? എന്നും ഞങ്ങൾക്ക് ഫസ്റ്റ് കിസ് ആണ്. എന്നാലും ആദ്യം ഡു യു റിമെമ്പർ എനിത്തിങ്? ഞാൻ ആ ഹോട്ടലിലെ ഓഫീസിൽ അത് നമ്മുടെ എനിക്ക് ഉറപ്പിക്കലൊക്കെ കഴിഞ്ഞ സ്വർണ്ണം എടുക്കാൻ പോയതാണോ? സ്വർണ്ണം എടുക്കാൻ പോയപ്പോഴാ? അത് ഫോട്ടോ എടുക്കാൻ ഞങ്ങളുടെ ഹോട്ടലിൽ വെച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങളുടെ ഹോട്ടലിൽ വന്നേക്കാണ്. ഞങ്ങളുടെ ഓഫീസ് റൂമിൽ ഞാൻ നോക്കിയപ്പോ ഓഫീസ് റൂമിൽ നിതേനെ ഞാൻ കിട്ടിയില്ല. കൈ കഴുകാൻ ഓഫീസ് റൂമിലേക്ക് വിട്ടു. ബാക്കി എല്ലാവരും ഞങ്ങൾ അവിടെ ഒരു ഹാൾ ഉണ്ട്, അതിനകത്ത് ഒരു ക്യാബിൻ. പറയാമോ? അതിനിപ്പോ എന്താ, നേരത്തെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ 10-20 വർഷമായി. ഇതോട് ഞാൻ പറഞ്ഞു നമുക്ക് അപ്പുറം പോയി കൈ കഴുകാന്ന് പറഞ്ഞു. എന്തിനേട്ടാ? അതിന്റെ ഓഫീസിലേക്ക് കൊണ്ടുവരാം. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആ ഒരു മുറിയിൽ ഞാനും നിതേ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഈ ചാടി കയറിയില്ല, ജഗതിയുടെ സ്കീമായി പോയി. എനിക്കൊരു പരാപോ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ പക്ഷെ ഞാൻ ഉമ്മയല്ല വെച്ചാൽ എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആക്ച്വലി അല്ല അങ്ങനെ പറഞ്ഞു നിർത്തി ആൾക്കാർ തെറ്റിയായിരിക്കും. ആക്ച്വലി ഇതിനെ കടിക്കുകയാണ് ചെയ്തത്. കുഴപ്പമില്ല, സ്നേഹത്തിന്റെ പര്യായി. ഇപ്പൊ കല്യാണം കഴിഞ്ഞാൽ എന്തിനു പേടിക്കണം? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആരെ അറിയിക്കാതെ നിങ്ങൾ ചെയ്ത ആദ്യത്തെ കാര്യം? ആരെ അറിയിക്കാതെ ഒരു കാര്യം ഞങ്ങൾ ചെയ്തത് കുളമായി, ജീവിതത്തിൽ തന്നെ മാറിപ്പോയ ഒരു കാര്യമുണ്ട്. അതെന്താ? നമ്മള് ബൈക്ക് എടുത്ത് റൊമാൻസിന് പോയതാ ഞങ്ങളുടെ കോളേജ് ജീവിതം അയവിറക്കാൻ വേണ്ടി. നിത കോതോങ്കലത്തായിരുന്നു. ഞാനിവിടെ വീട്ടില് എന്റെ കാര്യം. അപ്പൊ ഞാനിവിടെ അന്ന് എനിക്ക് ഇന്നും ആർക്കും അറിയില്ല. ഞാൻ അങ്ങനെ ബൈക്കും അങ്ങനെ അധികം ട്രാവൽ ചെയ്യാറില്ല. ഞാൻ ഇവിടെ ഞങ്ങൾ ബൈക്കിൽ അങ്ങനെ അധികം ട്രാവൽ ചെയ്യാറില്ല. എനിക്ക് അങ്ങനെ വലിയ താല്പര്യമുള്ള കാര്യമല്ല ബൈക്ക്. പക്ഷെ ഞാൻ ആ കോളേജ് ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി ഞാൻ നിതേനെ സർപ്രൈസ് ആയിട്ട് നിത കോതോങ്കലത്തേക്കാണ്. ഞാനിവിടെ ആയിരുന്നു. ഞാൻ പറഞ്ഞു നിത ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു.
അങ്ങനെ ഇതോട് ഞാൻ ചെന്ന് ഞാൻ ബൈക്കുമേ തന്നെ ഇതൊന്ന് കയറി ഇനി അത്യാവശ്യമായിട്ട് നമുക്ക് പോകണം എന്ന് പറഞ്ഞു. കോതമംഗലം വീട്ടിൽ പറഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ട് പോരാണ് പിള്ളേരെ അവിടെ നിർത്തി. അന്ന് പിള്ളേരുണ്ട് അല്ലേ? രണ്ടുപേരുണ്ട്. അപ്പൊ ഞങ്ങളോട് ഞാനൊരു ആവശ്യത്തിന് പോകണാണെങ്കിൽ ഐ വിൽ കം ബാക്ക്. ഇതോട് ഞാൻ പറഞ്ഞു ഇതാ കയറി ഞാൻ സ്ഥലത്തേക്കാ പോണേ കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി മൂന്നാർക്ക് പോയി ബൈക്ക്. ഞങ്ങൾ ആക്ച്വലി മൂന്നാർക്ക് പോകുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അറിഞ്ഞാൽ ചിലപ്പോ ആരും സമ്മതിക്കില്ല. റിസ്ക് ആണല്ലോ. പക്ഷെ ഞങ്ങളുടെ ഞാനും ശരിക്കും അങ്ങനത്തെ റിസ്ക് ഞാൻ അത്ര എടുക്കാത്ത ആളാണ്. പക്ഷെ പ്രോമി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പോവാൻ. അപ്പൊ ഞാൻ അതിന് നോ പറഞ്ഞ ആ എക്സൈറ്റ്മെന്റ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഓക്കെ ജാക്കറ്റ് ഒക്കെ ഇട്ട് ഹെൽമെറ്റ് ഒക്കെ വെച്ച് റൈഡേഴ്സിന്റെ പോലെ ഞങ്ങള് മൂന്നാർ പോയി. അടിപൊളിയായിരുന്നു, രസമായിരുന്നു. ഞങ്ങൾ ചെന്നു, അവിടെ ചെന്നു ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ഭയങ്കര സ്പീഡിലൊന്നുമല്ല, നമ്മള് ബുള്ളറ്റിലായിരുന്നു പോയത്. അപ്പൊ നല്ല രസമായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ അവിടെ ഒരു ദിവസം താമസിച്ചു, സ്റ്റേ ചെയ്തു. അവിടെ ചെന്ന് സ്റ്റേ ചെയ്ത് തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന വഴിയാണ് ട്രാജഡി ഉണ്ടായത്. തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ കുറെ അങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോ കുറച്ച് പിള്ളേർ, അന്ന് ഞങ്ങൾ ഈ വെറുതെ എല്ലാവരെയും കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നൊക്കെ ഒരു ചായക്കടയില് ചായ കുടിക്കാൻ കയറി. അപ്പൊ അവിടെ നമ്മൾ ഹെൽമെറ്റ് ഒക്കെ ഊരിന്നപ്പോ എല്ലാവർക്കും നമ്മൾ മനസ്സിലായി. അപ്പൊ ഞങ്ങള് വേഗം അവിടെ നിന്ന് ബൈക്ക് കൊടുത്ത് അങ്ങ് പോകുന്നു. കുറച്ച് പിള്ളേര്, ഈ റൈഡേഴ്സ് പിള്ളേര് നമ്മളെ കണ്ട് പരിചയമുണ്ടായിട്ട് ഞങ്ങളിങ്ങനെ സമാനമായിട്ടൊരു 40 കിലോമീറ്റർ പോകുന്നു. ഇവരിങ്ങനെ ബൈക്ക് കയറ്റും, പിന്നെ ഇങ്ങനെ ഇറക്കും, പിന്നെ കയറ്റും. അപ്പൊ ഇങ്ങനെ ഇറക്കിയപ്പോ തന്നെ പ്രോമി പറഞ്ഞു ഈ പിള്ളേർ ഇങ്ങനെ പോയ അപകടം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ഒരു വളവായിരുന്നു. ഒരു പയ്യൻ അവിടെ സ്കിഡ് ചെയ്ത് അങ്ങ് വീഴാണ് ഞങ്ങളുടെ മുമ്പിൽ ഒരു ബൈക്കില് സ്കിഡ് ചെയ്ത് അങ്ങ് അടിച്ച് വീഴാണ്. ഇന്നത്തെ ആ പയ്യൻ വീണു എന്ന് പറയാല്ല, ഞാൻ എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ഞാൻ എന്റെ ഹാൻഡ് ബ്രേക്ക് അങ്ങ് കയറി പിടിച്ചു. അതിന്റെ ആ ഷോക്കില് അതായത് പിടിച്ചത് ഫ്രണ്ട് ബ്രേക്ക് ഞാൻ ഇവിടെ വീണു. ഞാൻ വീഴുന്നു, എന്റെ മീത നിത വീഴുന്നു, ആൾക്കാർ കൂടുന്നു, ഭയങ്കര പ്രശ്നമാവുന്നു. ഞാൻ ബൈക്കിന്റെ അടി കിടക്കുന്നു, നിതേനെ എല്ലാരും വന്ന് പൊക്കിയെടുക്കുന്നു. ഞാനാ ബൈക്കിന്റെ അടി കിടക്കാണ്. അല്ല, വീണപ്പോ ശരിക്കും ഞങ്ങക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത്, എല്ലായിടത്തും ആൾക്കാർ ഓടി വരുവാണ്. വരുമ്പോ എല്ലാവരും പ്രോമി ചേട്ടാ, നിത ചേച്ചി എന്താ പറ്റി, പേര് വിളിച്ചാണ് അവർ ഓടി വരുന്നേ. ഞാൻ വീണ വഴി ഞാൻ ചാടി എഴുന്നിട്ട് അങ്ങ് നിന്നു. എന്താ കാരണം, നിത വീണു ഞങ്ങൾ വലിയ വീഴ്ചയല്ല, ഞങ്ങൾ അങ്ങ് വീണു, അത്രേ ഉള്ളൂ. ചെറിയ വീഴ്ച ഡീസന്റ് ആയിട്ട് എന്റെ പുറത്തേക്കാ വീണേ. ഞാൻ നിലത്തേക്ക് വീണു, എന്റെ പിറകിലാണ്. ജസ്റ്റ് നിത എന്റെ മേത്തേക്ക് വന്നു. അത് നിതയ്ക്കൊന്നും പറ്റിയില്ല കാര്യം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അന്ന് ഞാൻ നോക്കിയപ്പോ പ്രോമി എഴുന്നേക്കുന്നില്ല, അവിടെ നിലത്ത് തന്നെ ഇരിക്കുക. ഞാൻ പ്രോമിയുടെ എഴുന്നേക്ക് പ്രോമി, ഞാൻ വിളിച്ച് എഴുന്നേപ്പി. പ്രോമിനെ എന്നെ തുടരുതെന്ന് പറഞ്ഞു. എഴുന്നേക്ക് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആൾക്കാർ ഒന്ന് എഴുന്നേപ്പിക്കാൻ പോയപ്പോഴും പ്രോമി പറഞ്ഞു എന്നെ ആരും തുടരുത് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ എനിക്ക് എഴുന്നേക്കാണ്ടായപ്പോ എനിക്ക് പേടിയായി. ഇത് കാലിനാണോ എവിടെ പറ്റിയേക്കണെന്ന് നമുക്കറിയില്ലല്ലോ. പിന്നെ പതുക്കെ കുറെ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പ്രോമി എന്നോട് അവിടെ തന്നെ ഇരുന്നിട്ട് പറഞ്ഞു ഇത് എന്റെ ഒരു കൈ പൊങ്ങണില്ലാന്ന്, അനങ്ങണില്ലാന്ന് പറഞ്ഞു, ലെഫ്റ്റ് ഹാൻഡ്. അപ്പൊ ഞങ്ങള് പിന്നെ പതുക്കെ എല്ലാരും കൂടി എഴുന്നേപ്പിച്ച് ഞങ്ങൾ നേരെ ഒരു കാറില് ഞങ്ങളെ വേഗം ഹോസ്പിറ്റലിലേക്ക് കയറ്റി ആൾക്കാർ വിട്ടു. റൈഡേഴ്സ് പിള്ളേർ ബൈക്ക് എടുത്തു തന്നു. ആ റൈഡേഴ്സ് പിള്ളേര് ഞങ്ങൾക്ക് വീട്ടിൽ ഇവിടെ ബൈക്ക് മസിൽസ് ഫുൾ ടയർ ആയി പോയി. പ്രോമിഡി വശം എന്ന് വെച്ചാൽ ഈ കൈ അനങ്ങാതെ ആയിപ്പോയി. ഇങ്ങനെ എടുത്തിട്ട ഇങ്ങനെ വീണു അതേപോലെ ആയിപ്പോയി. പിന്നെ സർജറി ഒക്കെ പറഞ്ഞു, പക്ഷെ പിന്നീട് സർജറി ചെയ്തില്ല. അത് ശരി, നമ്മളൊരാള് വന്ന് ഉഴിച്ചിലൊക്കെ ചെയ്തപ്പോ ശരിയായി. അങ്ങനെയാണ്. അതിനുശേഷം ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ, ഞങ്ങൾ അന്ന് മൂന്നാർ പോയതാന്നൊക്കെ. ഞങ്ങള് വെറുതെ ഇങ്ങനെ അവിടെ എന്താന്നൊക്കെ പറഞ്ഞോളൂ. ഇനിയിപ്പം പിള്ളേർക്ക് പറഞ്ഞുവിടാന്ന് തോന്നുന്നത്. എനിക്ക് സമാധാനായി. ഒരു കാര്യം ആരും അറിയാത്തൊരു കാര്യം എന്റെ കൈ പൊന്താത്തേലാണോ? അങ്ങനെയല്ല, ഇതാരും അറിയാത്തൊരു കാര്യമായിരുന്നല്ലോ, നമുക്കത് അറിയിക്കാൻ പറ്റില്ല. അധികം സീരിയസ് ആയിരുന്നു. എന്റെ കുറച്ചധികം സീരിയസ് ആയിരുന്നു. ഞാൻ ഒരു 5-6 മാസം കഴിഞ്ഞിട്ടാണ് എന്റെ പിന്നെ അത് റിക്കവറായി വന്നതല്ലേ. അത് ഒരാള് അത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, പക്ഷെ അത് ചെയ്തില്ല. വേറൊരാൾ അപ്പൊ ഒരു ദൈവദൂതനെ പോലെ ഒരുത്തൻ കയറി വന്നു. അവൻ പറഞ്ഞു ഞാനത് ശരിയാക്കി തരാം. അങ്ങനെ പുള്ളി അപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല അങ്ങനെ ചെയ്യാൻ. ഞാൻ ഓപ്പറേഷണൽ ഡേറ്റ് എടുത്തു. അപ്പൊ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത് എനിക്ക്. പുള്ളി എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് എപ്പോഴേലും പോയി ഓപ്പറേറ്റ് ചെയ്യാം, പക്ഷെ ലെറ്റ് മീ ട്രൈ, എനിക്കൊരു അവസരം. ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു, ഞാൻ തിരുമ്പ മാത്രമേ. ഞാൻ പറഞ്ഞു ഇവിടെ തിരുമരുതെന്ന്. പുള്ളി അവിടെ ഒന്നും തിരുമിയിട്ടേ ഇല്ല, അവിടെ തൊട്ടിട്ടില്ല. വേറെ പുള്ളി ഒരാഴ്ചയും കൊണ്ട് എന്റെ കൈ പൊക്കിച്ചു. ഒറ്റ ആഴ്ച കൊണ്ട് കൈ പൊക്കിച്ചു. പിന്നെ എന്നോട് പറഞ്ഞു 2 ആഴ്ച കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു എന്താ മെയിൻ ആയിട്ട് എപ്പോഴും ചെയ്യണേന്ന് ചോദിച്ചു. ഞാൻ ഷട്ടിൽ കളിക്കാം, ചെറുപ്പം ഞാൻ ഷട്ടിൽ കളിക്കും. എന്നോട് പറഞ്ഞു 2 ആഴ്ച കഴിഞ്ഞപ്പോ എന്നോട് പോയി ഷട്ടിൽ കളിക്കാൻ പറഞ്ഞു.
അങ്ങനെ അവിടെ നിന്ന് ചെയ്തെടുത്തു. ഈ സംഭവം എന്റെ ഉഷാറായി. പക്ഷെ എന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. അങ്ങനെ പെർഫെക്റ്റ് അല്ല അത്. പക്ഷെ എന്നാലും സ്റ്റിൽ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. പറയാതെ ചെയ്തതാണ്. പറയാതെ അതിപ്പോ ചെയ്തത് ഞാൻ ഇങ്ങനെ പറയാതെ പോയിട്ടില്ല. പിന്നെല്ലാം പറഞ്ഞിട്ടേ ചെയ്തിട്ടുള്ളൂ അല്ലെ?